വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് മൈ ഫ്രോക്സിൽ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. 1 മുതൽ 2 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു വയസ്സുള്ള കുട്ടിയുടെ അളവിനാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ 2 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണിത്. ഇതൊരു പാർട്ടി വെയർ ഫ്രോക്കാണ്. അപ്പം ഇതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ നെറ്റ് ക്ലോത്ത് ആണ്. ഇത് കണ്ടോ, ബട്ടർഫ്ലൈ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു നെറ്റ് ക്ലോത്ത് ആണിത്. ഇതിന് മീറ്ററിന് ഒരു 300-350 രൂപ റേഞ്ചിൽ വില വരും ഒരു മീറ്ററിന്. പിന്നെ അതിൻ്റെ താഴെ വെക്കാനായിട്ട് ഈ പിങ്ക് കളറിലുള്ള സാറ്റിൻ ക്ലോത്ത്. ഇത് നമ്മൾ ഉടുപ്പ് തയ്ക്കുന്ന തരം സാറ്റിനാണ്. സാധാരണ കുറഞ്ഞ സാറ്റിനല്ല, കുറച്ചും കൂടി നല്ല സാറ്റിൻ നോക്കി വാങ്ങിക്കുക. അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത്, പിങ്ക് കളറുള്ളത് നമ്മുടെ സാധാരണ ലൈനിങ് ക്ലോത്ത്. ഇത്രയുമാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഓരോ മീറ്റർ വീതമാണ് വേണ്ടത്. ഇതും 1 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ ശരിക്കും ഒരു പീച്ച് കളറാണ്. ഇത് ഡാർക്ക് പീച്ചും, ബട്ടർഫ്ലൈ വന്നിട്ട് ഡാർക്ക് പീച്ചും, നെറ്റ് ലൈറ്റ് പീച്ചുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് പീച്ച് അല്ല, ഒരു ബേബി പിങ്ക് ആണിത്. അപ്പോൾ പിങ്ക് കളറ് എടുത്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ബട്ടർഫ്ലൈക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, ബട്ടർഫ്ലൈ കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് അത്ര കറക്റ്റ് പീച്ച് കളർ എടുക്കാത്തത്. ഞാൻ ടോപ്പിന് വേണ്ട ക്ലോത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് പറയാം. ഇത് ആദ്യം ലൈനിങ് ക്ലോത്ത് ആണ്, ഏറ്റവും താഴെ വരുന്ന ക്ലോത്താണ് ലൈനിങ് ക്ലോത്ത്. അതുപോലെ തന്നെ അതിൻ്റെ മീതെയായിട്ടാണ് നമ്മുടെ സാറ്റിൻ ക്ലോത്ത് വരുന്നത്. സാറ്റിൻ ക്ലോത്തിൻ്റെയും മീതെയാണ് നെറ്റ് ക്ലോത്ത് വരുന്നത്. അങ്ങനെ 3 തുണികളും സെയിം മെഷർമെൻറ്റിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ട നീളം, അതായത് ടോപ്പ് പോർഷന് വേണ്ട നീളം 8.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഞാൻ സീം അലവൻസ് കൂടെ കൂട്ടി 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടി തയ്ക്കണം, അതുപോലെ താഴത്തെ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ള സീം അലവൻസും കൂടെ കൂട്ടിയാണ് 10 ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ വണ്ണമാണ്. ചെസ്റ്റിൻ്റെ വണ്ണത്തോടു കൂടി സീം അലവൻസ് കൂടെ കൂട്ടിയെടുക്കുന്നതാണ്. എനിക്കിവിടെ ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 2 സൈഡിൽ ഓരോ ഇഞ്ച് വീതം നമ്മൾ എക്സ്ട്രാ ഇടണം. അപ്പോൾ ഫ്രോക്കൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇത്തിരി അല്പം വണ്ണം കൂടുകയോ മറ്റോ ചെയ്താലോ ഒക്കെ ഒന്ന് അഴിച്ചിടാൻ വേണ്ടിയിട്ട് ഓരോ ഇഞ്ച് വീതം എക്സ്ട്രാ സീം അലവൻസ് കൂടെ കൂട്ടി 13 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 13 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ലൈനിങ് ക്ലോത്ത്, അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്ത്, സെയിം നെറ്റ് ക്ലോത്ത്. ഇത് 2 പീസ് വീതമുണ്ടെല്ലാം. ഇത് ഫ്രണ്ടിലേക്കും ഇത് ബാക്കിലേക്കുമുള്ള അളവാണ്. 1.5 ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ടോട്ടൽ ചെസ്റ്റിൻ്റെ അളവ് വരുമ്പോൾ 21 ഇഞ്ച് വരും, ഫ്രണ്ടിലും ബാക്കിലും കൂടെ കൂട്ടി. അപ്പം ഒരു പീസിൻ്റെ അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഈ 2 പീസിൻ്റെയും കൂടെ കൂട്ടി 26 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത് വീതി. മെഷർമെൻറ്റുകളെല്ലാം ഞാൻ ലൈനിങ് ക്ലോത്തിലാണ് മാർക്ക് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് മറ്റേ ക്ലോത്തിലേക്ക് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഈ ക്ലോത്തിനെ നേരെ കൃത്യം പകുതിയായി കണ്ടോ, ഇങ്ങനെ ലെങ്ത് വൈസ് ഇങ്ങനെ മടക്കുന്നു. ഇതിപ്പോൾ 4 പീസ് ഉണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കേണ്ടത്. ഈ മുറിയാത്ത ഭാഗത്ത് നിന്നും കണ്ടോ, ഇവിടെ കട്ട് ചെയ്യാത്ത മുറിയാത്ത പോർഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ അളവ്, ഷോൾഡർ ഒക്കെ തന്നെയും എടുക്കേണ്ടത്. ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഞാൻ ആദ്യം കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നു. 2 ഇഞ്ചാണ് കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഷോൾഡർ വന്നിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ പോർഷൻ 5 ഇഞ്ച്. ഇനിയും ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്കാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. നമുക്കിതിങ്ങനെ ഒരു ബോക്സായിട്ട് വരയ്ക്കാം. അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കവും ഞാനിവിടെ 2 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതും ഒരു ബോക്സായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കർവായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടി കർവാക്കി വരയ്ക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ വരയ്ക്കുന്നു. കഴുത്തിൻ്റെ ഇപ്പം ഞാൻ 2 ഇഞ്ച് ഇറക്കമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിലും സെയിം അളവ് തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കിൽ ഇത്രയും വേണ്ട കയറി കിടക്കണം എന്നുള്ളവർ സെപ്പറേറ്റ് ഇട്ട് ബാക്ക് പീസ് വെട്ടണം. ബാക്ക് പീസിന് ഇതിപ്പോൾ 2 ഇഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ ലൈൻ വരച്ചില്ലേ, ആം ഹോളിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുന്നത്. കൃത്യം ആ ആം ഹോളിൻ്റെ ഭാഗത്തായിട്ടാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചെസ്റ്റിന് എനിക്ക് വേണ്ട അളവ് ടോട്ടൽ 21 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഒരു പീസ് ഞാനിവിടെ 13 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 13 ഇഞ്ചായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് 10.5 ഇഞ്ചാണ് വേണ്ടിയിരുന്നത് ഒരു പീസിന്. പിന്നെ അതിൻ്റെയും പകുതി, കാര്യം ഇത് വീണ്ടും അതിനെ നമ്മൾ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10.5 ഇഞ്ചിൻ്റെയും പകുതി 5.25 ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ട അളവ്. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസ് കൂടെ കൂട്ടി ഞാനിവിടെ ഒരു 6.25 ഇഞ്ച്, 1 ഇഞ്ച് സീം അലവൻസ് ഇടുന്നു, 6.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഷോൾഡർ ഭാഗത്ത് നിന്നും ഉണ്ടോ 9 ഇഞ്ച് താഴ്ത്തി, ഇവിടെയാണ് നമ്മുടെ ഹിപ്പിൻ്റെ പോർഷൻ വരുന്നത്. ഇവിടെയാണ് നമ്മൾ കൂട്ടി തയ്ക്കേണ്ട പോർഷൻ. ഇവിടെയും ഞാൻ സീം അലവൻസ് കൂടെ കൂട്ടിയുള്ള അളവും
നമുക്ക് തയ്ക്കേണ്ട അളവും സെയിം ചെസ്റ്റിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഈ വയറിൻ്റെ ഭാഗം വന്നിട്ട് ഇത്തിരി വണ്ണമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവിടെ അല്പം കൂടി വലിപ്പം എടുക്കുക. അഥവാ കുറവാണെങ്കിൽ ഈ 5.25 എന്നുള്ളത് ഒരു 1/2 ഇഞ്ച് കുറച്ചെടുക്കുക, വണ്ണം കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ. സെയിം എടുത്താൽ വലിയ കുഴപ്പം വരില്ല. അപ്പോൾ നമ്മൾ ബാക്കിൽ ബാൻഡും കൂടി വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളൂ. നമ്മൾ ഈ വരച്ചിരിക്കുന്ന വരയിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കണം. കൈയും കഴുത്തും കട്ട് ചെയ്യണം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിവിടെ 4 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഹുക്ക് കൊടുക്കേണ്ടവർക്ക് ഹുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സിബ്ബ് പിടിപ്പിക്കേണ്ടവർക്ക് സിബ്ബ് പിടിപ്പിക്കാം. സിബ്ബ് പിടിപ്പിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിവിടെ കാണിക്കുന്നില്ല. ആദ്യം സാറ്റിൻ ക്ലോത്ത് എടുക്കുക. അതിൻ്റെ മീതേക്ക് നമ്മൾ ഈ നെറ്റ് ക്ലോത്ത് എടുത്ത് വെച്ചു. ആദ്യം സാറ്റിൻ വെച്ചു, പിന്നെ നെറ്റ് വെച്ചു, പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിങ് ക്ലോത്ത് വെക്കുക. കൃത്യമായിട്ട് വെക്കണം. ഈ സൈഡ്സൊക്കെ കറക്റ്റായിട്ട് ഉള്ള രീതിയിൽ വെക്കുക. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഇത് മാറിപ്പോകാൻ സാധ്യത ഇല്ലെങ്കിൽ തന്നെയും നമ്മളിവിടെ ഒരു മുട്ടുസൂചി ഉപയോഗിച്ച് ഇവിടെ 2-3 സ്ഥലത്തായിട്ട് പിൻ ചെയ്ത് വെച്ചാൽ ഇത് മാറിപ്പോവില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തു കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ കൈയുടെ ആം ഹോളിൻ്റെ ഇവിടെയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇത് കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്യുക. ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിൻ്റെ പോർഷൻ തയ്ച്ചു. അതുപോലെ തന്നെ 2 കൈയുടെ പോർഷനും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ്റെ ഞാനിവിടെ കഴുത്തിൻ്റെ പോർഷൻ തയ്ച്ചിട്ടില്ല. ഈ 2 കൈയുടെ പോർഷനും തയ്ച്ചു. ഇത് നിങ്ങളോട് ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കഴുത്തിൻ്റെ പോർഷൻ തയ്ക്കുമ്പോൾ ഇവിടെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ ബാക്കിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവിടുന്ന് താഴേക്ക് തയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഇനി നമുക്ക് ഈ കൈയുടെ പോർഷനും ഈ കഴുത്തിൻ്റെ പോർഷനും കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും ലേശം തയ്യൽ തുമ്പിട്ട് തന്നെ കട്ട് ചെയ്യുക. കാര്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ കൊള്ളരുത്, അതുകൊണ്ടാണ്. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഹുക്ക് വെക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇതും കൂടി ഞാൻ ഈ ലൈനിങ് ക്ലോത്ത് കൊണ്ട് തന്നെ തിരിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് വെച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ചില ഫ്രോക്കിലൊക്കെ കട്ട് ചെയ്ത് തന്നെ സെപ്പറേറ്റ് സിപ്പ് വെക്കുന്നതും ഹുക്ക് വെക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് വേറൊരു രീതിയാണെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതുവഴി കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടേക്കും ഒരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ തയ്യൽ തുമ്പ് ഒട്ടും പുറത്ത് കാണില്ല. കൈയുടെ ഭാഗത്തെയോ കഴുത്തിൻ്റെ ഭാഗത്തെയോ അതുപോലെ ഈ പോർഷനിലെയോ ഒന്നും തന്നെ. അപ്പോൾ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു, ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കണ്ടോ, ബാക്ക് പീസ് ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്കാക്കി എടുക്കുന്നു. ഇതുണ്ടോ, ഫ്രണ്ട് പീസ് നമ്മൾ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു സ്റ്റിച്ചിങ് പോലും കൈയുടെ ഭാഗത്തെയോ കഴുത്തിൻ്റെ ഭാഗത്തെയോ ഒന്നും തന്നെ പുറത്ത് വരുന്നില്ല, ഫുൾ അകത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ ശരീരത്തിൽ കൊണ്ടിട്ടൊന്നും ഇറിറ്റേഷനൊന്നും വരില്ല ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ചെറിയ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇതും നമുക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ എടുത്ത് അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്തെടുക്കുക. ബാക്ക് പീസും നമ്മളിത് കണ്ടോ, ബാക്ക് പീസ് റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മീതെ കൂടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറമേ കൂടി ഇതുവഴി ഇത് ഈ സൈഡിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ഒന്ന് പതിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലൈനിങ് ക്ലോത്തൊക്കെ അകത്തേക്ക് നന്നായിട്ട് കയറി പതിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫുള്ളായിട്ട് കഴുത്ത് റൗണ്ടായിട്ട് തയ്ക്കുക. അതുപോലെ തന്നെ കൈയും രണ്ട് കൈയും ഇതേപോലെ തന്നെ പുറത്തുകൂടി തയ്ച്ചെടുക്കുക. ഈ ഭാഗവും തയ്ക്കണം. ഈ ഭാഗവും നമ്മൾ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഷോൾഡർ കൂട്ടി തയ്ച്ചിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ഷോൾഡർ കൂട്ടി തയ്ച്ചതിന് ശേഷം ഞാൻ ഈ കഴുത്തിൻ്റെ പുറത്തുകൂടിയും ഈ കൈയുടെ ഭാഗത്തുകൂടിയും ഓരോ സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. പുറമേ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനുമായിട്ട് ഇതിങ്ങനെ ബാക്കിൽ നമുക്കിവിടെ ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് നമുക്കിവിടെ ഹുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ ടോപ്പിൻ്റെ ഇപ്പം നമ്മൾ സീം അലവൻസ് ഒക്കെ കൂടെ കൂട്ടിയും കുറച്ച് അധികം തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ടോപ്പിന് നമുക്ക് വേണ്ട ഇറക്കം, ടോപ്പ് പോർഷന് വേണ്ട ഇറക്കം എത്രയാണെന്ന് നോക്കുക. എനിക്കിവിടെ വേണ്ടത് 8.5 ഇഞ്ചാണ്.
വേണ്ട ഇറക്കം. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് സ്കേർട്ടും കൂടി അറ്റാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ആ 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് 9.5 ഇഞ്ച് വെച്ച് കൃത്യം ലെവലാക്കി താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. കൃത്യമായിരിക്കും നിങ്ങൾ എടുക്കുന്നത് കറക്റ്റ് അളവാണെങ്കിൽ, എന്നാലും ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു സൈഡ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സീം അലവൻസ് കൂടെ കൂട്ടി നമ്മൾ 13 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് കൃത്യമായിട്ട് അളന്നെടുത്തിട്ട് ഇവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്ത് ഒരു സൈഡ് നമ്മൾ കൂട്ടി തയ്ക്കുക. ഞാനിവിടെ ടോപ്പിൻ്റെ ഒരു സൈഡും കൂടി കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനാണ് നോക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ നെറ്റ് ക്ലോത്തിൽ നിന്നും സ്കേർട്ടിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്തും സ്കേർട്ടിൻ്റെ അളവും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫുൾ വീതി ഞാൻ തുണിയുടെ വീതി ഫുള്ള് എടുത്തിട്ടുണ്ട്. ആ സൈഡിലുള്ള ഈ ബട്ടർഫ്ലൈ വരാത്ത ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് 40 ഇഞ്ചോളം ഉണ്ട്. 40 ഇഞ്ചുണ്ട് ഈ ക്ലോത്തിൻ്റെ വീതി. 40 ഇഞ്ച് വീതിയുള്ള, അതുപോലെ തന്നെ ഇറക്കം വന്നിട്ട് 14 ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. ബാക്കി സീം അലവൻസ് ആയിട്ട് 1 ഇഞ്ച് അടിഭാഗം മടക്കി തയ്ക്കാനും നമ്മൾ ടോപ്പിലേക്ക് വെച്ച് തയ്ക്കുന്നതിനുമുള്ള അര ഇഞ്ച് വീതമുള്ള സ്റ്റിച്ചിങ് അലവൻസ് കൂടെ കൂട്ടിയാണ് 14 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പം ഇതേ രീതിയിലുള്ള ഈ 40 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളത്തിലുമുള്ള 2 ക്ലോത്തുകൾ സെയിം നമുക്ക് 1 മീറ്ററിൽ നിന്ന് തന്നെ ഇതെല്ലാം തന്നെ കിട്ടും. 2 ക്ലോത്ത് കണ്ടോ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമ്മളിവിടെ സാറ്റിൻ ക്ലോത്താണ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കുന്നത്. അപ്പോൾ സാറ്റിൻ ക്ലോത്തിൻ്റെ നീളവും സെയിം ലെങ്ത്, സാറ്റിൻ ക്ലോത്തിൻ്റെ ലെങ്തും 14 ഇഞ്ച് തന്നെ സെയിം ലെങ്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മടക്കി തയ്ക്കാനും കൂടി വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് അലവൻസ് കൂടെ കൂട്ടിയിട്ടാണ് സെയിം ലെങ്തിലും. പിന്നെ വിട്ട് വന്നിട്ട് ഇതിലിപ്പോൾ ഒരു പീസ് വന്നിട്ട് 40 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 80 ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ നെറ്റ് ക്ലോത്തിന്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന സാറ്റിൻ ക്ലോത്തിന് ഇതുപോലെ തന്നെ 2 പീസിനും കൂടി ഒരു 70 ഇഞ്ച് വീതി മതി. 10 ഇഞ്ച് കുറവ് എടുത്താൽ മതി, അല്ലെ സെയിം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഈ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും ഉടുപ്പ്. അപ്പോൾ പൊന്തി നിൽക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ടും സെയിം മെഷർമെൻറ്റ് എടുക്കുക. ഇല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് കുറച്ചെടുക്കുക ഈ സാറ്റിൻ ക്ലോത്തിൻ്റെ വീതി. പിന്നെയുള്ളത് ഈ ലൈനിങ് ക്ലോത്ത് വരുമ്പോൾ ലെങ്ത് അല്പം കുറയ്ക്കുക. നമ്മളിപ്പോൾ ഇതിന് രണ്ടിനും 13 ഇഞ്ച് വീതം 14 ഇഞ്ച് വീതം ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 14 ഇഞ്ചിൽ നിന്നും ഇത് വന്നിട്ട് ഒരു 12 ഇഞ്ച് എടുത്താൽ മതി. ഈ ലൈനിങ് ക്ലോത്ത് വന്നിട്ട് 12 ഇഞ്ച് നീളത്തിലും, അതുപോലെ തന്നെ വിട്ട് വന്നിട്ട് ഒരു 30 ഇഞ്ച്, 2 പീസും കൂടെ ആകുമ്പോൾ അപ്പോൾ ഒരു 60 ഇഞ്ച്. ലൈനിങ് ക്ലോത്തിന് പൊതുവെ വീതി കുറവായിരിക്കും, 30 ഇഞ്ചൊക്കെ തന്നെ കിട്ടുകയുള്ളൂ. അപ്പം 2 പീസ് ഇതേപോലെ തന്നെ എടുക്കുക, വീതി അല്പം കുറച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ നെറ്റ് ക്ലോത്തും സാറ്റിൻ ക്ലോത്തും ഈ ലൈനിങ് ക്ലോത്തും കൂട്ടി തയ്ച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ആദ്യം ഈ ലൈനിങ് ക്ലോത്തിനെ നമുക്ക് വേണ്ട വേസ്റ്റ് വണ്ണത്തിലേക്ക് ഞുറിവിട്ട് തയ്ച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ ലൈനിങ് ക്ലോത്ത് നല്ല വീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ അതേ വീതിയിൽ ഏകദേശം അതിനേക്കാൾ ഒരു 10 ഇഞ്ച് കുറവ് തന്നെ എടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്തും സാറ്റിൻ ക്ലോത്തും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിൻ്റെ ടോപ്പിൽ നമ്മൾ പറഞ്ഞിരുന്ന ഈ ഹിപ്പ് പോർഷനിലെ ഈ വണ്ണത്തിൻ്റെ പാകത്തിൽ നമ്മൾ ഇതിനെ ഞുറിവിട്ട് തയ്ക്കണം. അപ്പോൾ ഇവിടെ വേണ്ട അരവണ്ണം എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് കഴിച്ചിട്ടുള്ള അരവണ്ണം 12 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ആദ്യം ഹിപ്പിൻ്റെ പോർഷനിലെ അരവണ്ണം അളന്ന് നോക്കുക. കണ്ടോ, ഹിപ്പിൻ്റെ പോർഷനിൽ നമുക്ക് വരേണ്ടത് 11 ഇഞ്ചാണ് ഒരു പീസിന് വരേണ്ടത്. അപ്പോൾ ടോട്ടൽ വണ്ണം 22 ഇഞ്ച് വരും. അപ്പോൾ 22 ഇഞ്ചും പിന്നെ ഇതിൻ്റെ ഒരു ഇഞ്ച് സീം അലവൻസ് കൂടി ഇടണം നമ്മൾ സ്കേർട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഭാഗം കൂട്ടി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം 22 ഇഞ്ച് വീതിയിൽ ഈ ഭാഗം 22 ഇഞ്ച് വരത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മെഷീനിൽ വെച്ചിങ്ങനെ ചെറുതായിട്ട് ഞൊറിവ് കൊടുത്ത് തയ്ച്ചു പോവുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ ടേപ്പ് കൊണ്ട് അളന്ന് നോക്കുക, ഈ 22 ഇഞ്ച് തന്നെ വരുന്നുണ്ടോ എന്ന്. 1 ഇഞ്ചോളം എക്സ്ട്രാ ഇടുക. ഇവിടെ നമുക്ക് കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ചോളം എക്സ്ട്രാ ഇടുക. എന്നിട്ട് വേണം പ്ലീറ്റ്സ് കൊടുത്ത് തയ്ച്ചു പോവാൻ. ഇത് ഞാൻ കണ്ടോ ലൈനിങ് ക്ലോത്ത് പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് ഭാഗത്തെ നീളം 23 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. കാരണം ഇത് 22 ഇഞ്ച് നമുക്ക് ഹിപ്പ് പിടിപ്പിക്കാനുള്ളതും പിന്നെ ഇതേ കണ്ടോ ഇവിടെ രണ്ടിടവും ഞാൻ ഒരല്പം പ്ലീറ്റ്സ് ഇല്ലാതെ തയ്ച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് വീതം എക്സ്ട്രാ ഇട്ട് തയ്ച്ചിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ വെക്കുമ്പോൾ ഇത്രയും പോർഷൻ വരുന്നത് 11 ഇഞ്ചാണ് ഒരു പീസ് വരുന്നത്. 2 പീസും കൂടി 22 ഇഞ്ച് വരും. ഇതേപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ഇനി നമുക്ക് ഈ സാറ്റിൻ ക്ലോത്തിനെയും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ മെഷർമെൻറ്റ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിലും ഒന്നും മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മേതേക്ക് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് ഫുള്ളായിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഈ നെറ്റ് ക്ലോത്തും പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കുക. നെറ്റ് ക്ലോത്ത് പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കുമ്പോൾ വളരെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് ഇട്ട് തയ്ക്കുക, എന്നാലേ ഭംഗി വരികയുള്ളൂ. അതേ കണ്ടോ ഇങ്ങനെ വളരെ
ചെറുതായിട്ട് വേണം ഇട്ട് നെറ്റ് പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തയ്ച്ച് ഓരോന്ന് വീതം ഇങ്ങനെ പ്ലീറ്റ്സ് പിടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തയ്ക്കുന്ന സൂചിയില്ലേ, കൈകൊണ്ട് തയ്ക്കുന്ന സൂചി കൊണ്ട് വെറുതെ ഇതുവഴി ഒന്ന് തയ്ച്ചു പോകുക. ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് ഒരു നൂല് വലിച്ചാൽ മതി. അപ്പം കുറേ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തയ്ച്ചാലും മതി. നമ്മൾ സ്കേർട്ട് ഇവിടെ തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ട് കണ്ടോ, 2 പീസും കൂട്ടി തയ്ച്ചു. ഈ 3 പീസും നെറ്റും സാറ്റിനും അതിൻ്റെ താഴെയായിട്ട് ലൈനിങ് ക്ലോത്തും വന്നു. അങ്ങനെ നല്ലൊരു സ്കേർട്ട് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി നമ്മൾ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സാറ്റിൻ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗവും ഈ ലൈനിങ് ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗവും മടക്കി തയ്ക്കുക. ലെങ്ത് അനുസരിച്ച് മടക്കി തയ്ക്കുക. അതിനുശേഷം ടോപ്പ് വെച്ച് പിടിപ്പിക്കുക. ഈ ടോപ്പും ഈ സ്കേർട്ടും തമ്മിൽ കൂട്ടി തയ്ച്ച് പിടിപ്പിക്കുക. കൂട്ടി തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ടോപ്പിൻ്റെ ഒരു പോർഷൻ നമ്മളിവിടെ തയ്ച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തയ്ച്ച ഭാഗം ഇതിൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ 2 പീസുകളും ഈ 2 പോർഷൻ ഫ്രണ്ടും ബാക്കും തയ്ച്ച് പിടിപ്പിക്കുക. സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. സ്റ്റിച്ചിങ് ചെയ്യുന്നതെല്ലാം ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി ഫ്രോക്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വളരെ കുറവ് കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അതിനുശേഷം ഫുൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഒന്നുകിൽ നെറ്റിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തയ്ക്കാം. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ബാക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും തമ്മിൽ കൂട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെയും ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്തിട്ട് തന്നെ ഇരിക്കുകയായിരുന്നല്ലോ, ക്ലോസ് ചെയ്ത് തയ്ച്ചിരുന്നു. ഇനി ഈ ഒരു പോർഷൻ കൂടിയുണ്ട് തയ്ക്കാനായിട്ട്. അപ്പം ഇത് ക്ലോസ് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡിയായി കഴിഞ്ഞു. ഈ പോർഷൻ കൂടി തയ്ക്കുക. ഞാൻ അടിഭാഗം എല്ലാം മടക്കി തയ്ച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ തയ്ച്ചു. അപ്പോൾ ഒന്നുകിൽ ഇവിടെ കൂടി തയ്ച്ചതിന് ശേഷം അടിഭാഗം തയ്ക്കുക, അല്ലെങ്കിൽ ഇത് ആദ്യമേ ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഓപ്പൺ ആയി കിടന്ന ഈ സൈഡും കൂട്ടി തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പോർഷൻ തൊട്ട് താഴെ വരെയും കൂട്ടി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉടുപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻസും ചെയ്യാനില്ല. കാരണം ഇതിൻ്റെ ക്ലോത്ത് തന്നെ ഇങ്ങനെ നിറയെ ബട്ടർഫ്ലൈസ് ഉള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റിച്ചിങ്ങിൽ കൺഫ്യൂഷൻ ഉള്ളവർ എൻ്റെ മറ്റ് ഫ്രോക്കിൻ്റെ വീഡിയോസ് കൂടി ഒന്ന് നോക്കുക. കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് പറഞ്ഞിട്ടുള്ള കുറേയധികം വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് കുട്ടികൾക്ക് ഇതുപോലെ ഒരു സ്പെഷ്യൽ ബട്ടർഫ്ലൈ ഫ്രോക്ക് ചെയ്തു കൊടുക്കുക. നല്ല ഭംഗിയാണ് കുഞ്ഞുങ്ങൾ ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ. കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല, അളവിൽ വ്യത്യാസം വരുത്തി ഏത് ഗൗണൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഇത് ഗൗണൊക്കെ ചെയ്യുന്ന തരം ക്ലോത്താണിത്. അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒക്കെയും തന്നെ അളവിൽ വ്യത്യാസം വരുത്തി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓണം സ്പെഷ്യൽ ഫ്രോക്ക് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.